പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. ഭക്തിസാന്ദ്രമായി ദേവാലയങ്ങളിലെ ഉയിർപ്പ് തിരുനാൾ ശുശ്രൂഷകളും ദിവ്യബലിയും. വാഹനങ്ങൾ പരിശോധിക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥകളിൽ മലക്കം മറിഞ്ഞ മോട്ടോർ വാഹന വകുപ്പ്. മൊബൈൽ ഫോണിൽ ചിത്രം പകർത്തി നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുന്ന നടപടി തുടരുമെന്ന് ഗതാഗത കമ്മീഷണർ. KSRTC ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. സമയബന്ധിതമായി അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ല. കാലാവധി കഴിഞ്ഞ ടയറുകളും അപകടങ്ങൾക്കിടയാക്കുന്നു. മണ്ണുത്തി ഇടപ്പള്ളി പാതയിലും മണ്ണുത്തി വടക്കുംചേരി പാതയിലും ഗതാഗത കുരുക്ക് രൂക്ഷം. ടോൾ നൽകി യാത്ര ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ. തനിക്കെതിരെയുള്ള ലഹരിക്കേസ് റദ്ദാക്കാൻ കോടതിയെ സമീപിക്കാനൊരുങ്ങിയ നടൻ ഷൈൻ ടോം ചാക്കോ. പോലീസ് കുടുക്കുകയായിരുന്നുവെന്ന് നടൻ. കൊടകരയിൽ മർമ്മചികിത്സാ കേന്ദ്രത്തിന്റെ മറവിൽ യുവതിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തി സ്ഥാപന ഉടമ. കൊടകര സ്വദേശി സിൻഡെക്സ് സെബാസ്റ്റ്യൻ പോലീസ് പിടിയിൽ. വാർത്തകൾ വിശദമായി. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. ഈസ്റ്റർ ആഘോഷത്തോടെ 50 ദിവസം നീണ്ടുനിന്ന വലിയ നോമ്പിന് പരിസമാപ്തിയായി. പള്ളികളിൽ ഈസ്റ്ററിനോടനുബന്ധിച്ച് ഉയിർപ്പ് തിരുനാൾ ശുശ്രൂഷകളും ദിവ്യബലിയും നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ രാത്രി നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, വ്യാകുലമാതാവിൻ ബസിലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, ഇരിഞ്ഞാൽക്കുട സെയിന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണൂക്കാടനും, കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സെയിന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലും കാർമ്മികത്വം വഹിച്ചു. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മെത്രാപ്പൊലീത്തയുടെ സെക്രട്ടറി ഫാദർ ഹെഡ്ലി നീലങ്കാവിൽ, കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് വെല്ലൂരാൻ, സഹവികാരിമാരായ ഫാദർ പ്രിജോവ് വടക്കേത്തല, ഫാദർ ജിസ്മോൻ ചെമ്മണ്ണൂർ എന്നിവർ സഹകാർമ്മികരായി. ചടങ്ങുകൾക്ക് നടത്തുകൈക്കാരൻ ലൂവി കണ്ണാത്ത്, കൈക്കാരന്മാരായ ജോസ് ചിറ്റാറ്റുകര, ജോജു മഞ്ഞില, തോമസ് കോനിക്കര എന്നിവർ നേതൃത്വം നൽകി. അടിതെറ്റി വീണാലും ഉയിർപ്പുണ്ട് എന്നതിന്റെ സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത് എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രതീക്ഷ എന്ന ഒന്നില്ലെങ്കിൽ ജീവിതമില്ലെന്നും ആ പ്രതീക്ഷയാണ് ഈസ്റ്റർ നൽകുന്നത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഈസ്റ്റർ ദിനത്തിൽ തൃശൂർ പുത്തൻപള്ളി, ഒല്ലൂർ പള്ളി എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. തൃശൂർ ബിഷപ്പ് ഹൌസിലെത്തിയ സുരേഷ് ഗോപിയെ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സ്വീകരിച്ചു. പ്രതീക്ഷ ഒരിക്കലും നിങ്ങൾ തോൽവിയിലേക്ക് വിട്ടുകൊടുക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം. ഉയർപ്പുണ്ട്. അടിതെറ്റി വീണാലും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് നിനക്ക്. അത് ആഘോഷിക്കപ്പെടട്ടെ സന്തോഷത്തോടെ. വാഹനങ്ങൾ പരിശോധിക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥകളിൽ മലക്കം മറിഞ്ഞ് മോട്ടോർ വാഹന വകുപ്പ്. മൊബൈൽ ഫോണിൽ ചിത്രം പകർത്തിയ നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുന്ന നടപടി തുടരുമെന്ന് ഗതാഗത കമ്മീഷണർ. മൊബൈലിൽ ചിത്രമെടുത്ത് ചലാൻ വഴി നിയമലംഘനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിഴ ചുമത്തുന്നതിലെ സാധുത ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാതിരിക്കുക, രജിസ്ട്രേഷൻ ഫിറ്റ്നസ് കാലാവധി കഴിയുക, പുകപരിശോധന നടത്താതിരിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ചിത്രമെടുത്ത് പിഴ ഈടാക്കുന്നത് വ്യാപകമായിരുന്നു. സാധുതയുള്ള രേഖകൾ കയ്യിലുണ്ടായിട്ടും വാഹനങ്ങൾക്ക് പിഴ ചുമത്തപ്പെട്ടിരുന്നു. അത്തരം കേസുകളിൽ യഥാർത്ഥ രേഖകൾ ഹാജരാക്കിയാൽ പിഴ ഒഴിവാക്കി കൊടുക്കുമെന്നും മൊബൈലിൽ ചിത്രം പകർത്തിയുള്ള പിഴ ഈടാക്കൽ തുടരുമെന്നുമാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ പുതിയ ഉത്തരവ്. മോട്ടോർ വാഹന വകുപ്പ് നിയമത്തിൽ ഇതിന് അധികാരമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. AI ക്യാമറ വഴി പിഴയടക്കാൻ 12 നിയമലംഘനങ്ങൾക്ക് മാത്രമാണ് സാധ്യതയുള്ളതെന്ന പ്രചരണം തെറ്റാണെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. മൊബൈൽ ഫോണിൽ പകർത്തിയ നിയമലംഘനങ്ങളുടെ പിഴ റദ്ദാക്കില്ലെന്നും ഫോട്ടോയെടുത്ത് പിഴ ഈടാക്കുന്നത് തുടരുമെന്നുമാണ് ഉത്തരവിലുള്ളത്. അമിതവേഗം, അനധികൃത പാർക്കിംഗ്, ഹെൽമറ്റ് ഉപയോഗിക്കാതിരിക്കുക, ചുവപ്പ് സിഗ്നൽ ലംഘിക്കുക, വാഹനത്തിന് പുറത്തേക്ക് തള്ളി നിൽക്കും വിധം ഭാരം കയറ്റുക, സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതിരിക്കുക, ലൈൻ ട്രാഫിക് ലംഘനം, ചരക്കു വാഹനങ്ങളിൽ യാത്രക്കാരെ കൊണ്ടുപോവുക, നമ്പർ പ്ലേറ്റിൽ ക്രമക്കേട്, മൊബൈൽ ഫോൺ ഉപയോഗം, മഞ്ഞവരി ഉൾപ്പെടെയുള്ള റോഡിലെ മാർക്കിങ്ങുകൾ ലംഘിക്കുക,
എമർജൻസി വാഹനങ്ങളുടെ വഴി തടയുക തുടങ്ങിയ 12 നിയമലംഘനങ്ങൾക്ക് AI ക്യാമറകൾ പോലുള്ള ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങൾ മുഖേന ഈ ചലാൻ സംവിധാനത്തിൽ ഓട്ടോമാറ്റഡ് ചലാനുകൾ തയ്യാറാക്കി പിഴ ചുമത്താൻ വ്യവസ്ഥയുണ്ട്. ഇതിനു പുറമെയാണ് മൊബൈൽ ഫോണിൽ ചിത്രം പകർത്തിയും പിഴ ഈടാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. TCV തൃശൂർ. അറ്റകുറ്റപ്പണിയില്ലാതെ KSRTC ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. കാലാവധി കഴിഞ്ഞ ടയറുകൾ അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. KSRTC ബസ്സുകൾ തകരാറിലായി വഴിയിൽ കിടക്കുന്നത് നിരത്തിലെ പതിവ് കാഴ്ചയാണ്. സമയബന്ധിതമായി അറ്റകുറ്റപ്പണി നടത്താത്തതും കാലപ്പഴക്കവുമാണ് ബസ്സുകൾ തകരാറിലാവാൻ കാരണം. കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താതെ 100 കണക്കിന് KSRTC ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. തകരാറിലായ ബസ്സുകൾ ഓടിക്കാൻ നിർബന്ധിക്കുന്നത് ജീവനക്കാരും KSRTC ഡിപ്പോ അധികൃതരും തമ്മിലുള്ള തർക്കങ്ങൾക്കും വഴിവെക്കുന്നു. തേയ്മാനം വന്ന ടയറുകൾ, പൊട്ടിയ വൈപ്പർ, ഇളകി വീഴാറായ വാതിലുകൾ, തുരുമ്പെടുത്ത ഷട്ടറുകൾ എന്നിവ KSRTC ബസ്സുകളിലെ പതിവ് കാഴ്ചയാണ്. വർക്ക്ഷോപ്പുകളിൽ സൗകര്യമില്ലാത്തതും സ്പെയർ പാർട്സുകൾ ലഭിക്കാത്തതും മൂലമാണ് അറ്റകുറ്റപ്പണികൾ കാര്യക്ഷമമായി നടത്താൻ കഴിയാത്തതെന്ന് മെക്കാനിക്കൽ വിഭാഗത്തിലുള്ളവർ പറയുന്നു. TCV തൃശൂർ. മണ്ണുത്തി ഇടപ്പള്ളി പാതയിലും മണ്ണുത്തി വടക്കുംചേരി പാതയിലും ഗതാഗതക്കുരുക്ക് രൂക്ഷം. പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിച്ചു. ടോൾ നൽകി യാത്ര ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ. മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ ഗതാഗത സൗകര്യം സുഗമമാകുന്നതുവരെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെച്ച് ഈ മാസം 16-ന് തൃശൂർ ജില്ലാ കലക്ടർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഈ ഉത്തരവ് ശനിയാഴ്ച രാത്രി റദ്ദാക്കി. പാതയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കുകയും ചെയ്തു. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ ഉറപ്പു നൽകിയ പശ്ചാത്തലത്തിലാണ് ടോൾ പിരിവ് നിർത്തിവെച്ചുള്ള ഉത്തരവ് കലക്ടർ തന്നെ മരവിപ്പിച്ചത്. അടിപ്പാത നിർമ്മാണത്തിന്റെയും മറ്റ് അറ്റകുറ്റപ്പണികളുടെയും പശ്ചാത്തലത്തിൽ മണ്ണുത്തി ഇടപ്പള്ളി റൂട്ടിലും മണ്ണുത്തി വടക്കുംചേരി റൂട്ടിലും വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നത്. ടോൾ നൽകിയിട്ടും തകർന്ന റോഡിലൂടെയും കുരുക്കിൽപ്പെട്ടും യാത്ര ചെയ്യുന്നതിൽ യാത്രക്കാർക്ക് പ്രതിഷേധമുണ്ട്. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെപ്പിച്ച തൃശൂർ കളക്ടറെ അഭിനന്ദിച്ച് യാത്രക്കാർ രംഗത്ത് വന്നിരുന്നു. എന്നാൽ 3 ദിവസം തികയും മുമ്പാണ് ഉത്തരവ് മരവിപ്പിച്ച് ടോൾ പിരിവ് പുനരാരംഭിച്ചത്. ഗതാഗതം സുഗമമാക്കുന്നതിനായി ചൊവ്വാഴ്ച നാഷണൽ ഹൈവേ അതോറിറ്റി RTO എന്നിവരുമായി റൂറൽ SP ചർച്ച നടത്തുമെന്ന് കളക്ടർ പറഞ്ഞു. TCV തൃശൂർ. തനിക്കെതിരെയുള്ള ലഹരി കേസ് റദ്ദാക്കാൻ കോടതിയെ സമീപിക്കാനൊരുങ്ങി നടൻ ഷൈൻ ടോം ചാക്കോ. ഇക്കാര്യത്തിൽ ഷൈൻ നിയമോപദേശം തേടി. തനിക്ക് പങ്കില്ലാത്ത കേസിൽ തന്നെ പ്രതിയാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാനാണ് നീക്കം. കേസിൽ പോലീസ് കുടുക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. അതേസമയം ഷൈൻ ഇടപാടുകാർക്ക് പണം നൽകിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം. ഇതുമായി ബന്ധപ്പെട്ട് നടന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കും. മൊഴിയിൽ കൂടുതൽ വ്യക്തത വരുത്താൻ അടുത്ത ദിവസം ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാസപരിശോധനാ ഫലം പോസിറ്റീവായാൽ കൂടുതൽ വകുപ്പ് ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം ഷൈനിനെതിരെ നൽകിയ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായും അന്വേഷണവുമായി സഹകരിക്കുമെന്നും നടി വിൻസി സർക്കാരിനെ അറിയിച്ചു. ഇതേസമയം അടുത്ത ദിവസം ഷൈൻ സ്റ്റേഷനിൽ ഹാജരാകേണ്ടതില്ലെന്ന് പോലീസ് അറിയിച്ചു. അന്വേഷണ സംഘം യോഗം ചേർന്നതിന് ശേഷം ഷൈൻ ഹാജരാകേണ്ട തീയതി അറിയിക്കുമെന്ന് പോലീസ് പറഞ്ഞു. കൊടകരയിൽ മർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെ മറവിൽ യുവതിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ സ്ഥാപന ഉടമ പിടിയിൽ. വല്ലപ്പാടിയിലെ ആർട്ട് ഓഫ് മർമ്മ എന്ന സ്ഥാപനത്തിന്റെ ഉടമ കൊടകര വട്ടേക്കാട് വിരിപ്പിൽ വീട്ടിൽ സിൻഡെക്സ് സെബാസ്റ്റ്യനെയാണ് കൊടകര പോലീസ് പിടികൂടിയത്. ഈ മാസം 15-ന് വലതു കൈയുടെ തരിപ്പിന് ചികിത്സയ്ക്കായി സ്ഥാപനത്തിൽ എത്തിയ തൃക്കൂർ സ്വദേശിനിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. ഒഴിച്ചിലിനായി വനിതാ ജീവനക്കാർ ഉണ്ടായിരിക്കെ അവരെ ഒഴിവാക്കി പ്രതി ചികിത്സ എന്ന വ്യാജേന യുവതിയെ നിർബന്ധിച്ച് വിവസ്ത്രയാക്കുകയും ലൈംഗികാതിക്രമം നടത്തുകയുമായിരുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ തൃശൂർ കേരള വിഷൻ സമ്മാനോത്സവ് 2025ന്റെ ഭാഗമായുള്ള ബമ്പർ സമ്മാനമായ EV കാർ ലഭിച്ചത് കോലഴി സ്വദേശി CN ഹരീഷ് കുമാറിന്. സമ്മാന പെരുമഴ കൊണ്ടും ഉപഭോക്താക്കളുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമാണ് തൃശൂർ കേരള വിഷൻ സമ്മാനോത്സവ്. സമ്മാനോത്സവ് 2025ന്റെ ബമ്പർ സമ്മാനമായ EV കാർ ലഭിച്ചത് M062318 എന്ന നമ്പറിന്റെ ഉടമയായ കോലഴി ചിന്മയ റോഡ് സ്വദേശി
ചെമ്പൂക്കാട്ട് ഇല്ലം ഹരീഷ് കുമാറിനായിരുന്നു. ബമ്പർ സമ്മാനം ലഭിച്ച സന്തോഷത്തിലാണ് ഹരീഷും വീട്ടുകാരും. ഞങ്ങൾ ശരിക്ക് വടക്കാഞ്ചേരിക്കാരാണ്. പിന്നീട് കുട്ടികളുടെ പഠനാവശ്യത്തിന് ഇങ്ങോട്ട് കോലഴിക്ക് ചിന്മയിലാണ് കുട്ടികൾ പഠിച്ചിരുന്നത്. മോളിപ്പോൾ ഡിഗ്രിക്കായി, മോനിപ്പോഴും ചിന്മയിൽ കണ്ടിന്യൂ ചെയ്യണം. അവിടെ ആയിരുന്നപ്പോഴും നമ്മൾ കേരള വിഷൻ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇവിടെ വന്നപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല, ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണു. ഇപ്പോഴും നെറ്റും വൈഫൈ എടുത്തിട്ടുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ ആളെത്തും. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് വേറെ സർവീസ് ഇഷ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ബമ്പർ സമ്മാനമായിട്ട് കാറ് വിളിച്ചു പറഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതമായി, സന്തോഷമായി. പിന്നെ വളരെ സന്തോഷം, നല്ല ഭാഗ്യമല്ലേ കിട്ടിയത്. നന്നായി. കേരള വിഷൻ്റെ നല്ല പ്രവർത്തനമാണ്, നല്ല സർവീസാണ്. ചലച്ചിത്ര താരം ജയരാജ് വാര്യരാണ് നറുക്കെടുപ്പ് നിർവഹിച്ചത്. സിഒഎ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, KCCL ഡയറക്ടർമാരായ KV രാജൻ, VP ബിജു, സിഒഎ ജില്ലാ സെക്രട്ടറി P ആന്റണി, സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം PM നാസർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. TC വിനോസ്, തൃശൂർ. കോടശ്ശേരി മാറാങ്കോട് അയൽവാസികൾ തമ്മിലുണ്ടായ അടിപിടിയിൽ യുവാവ് വെട്ടേറ്റു മരിച്ചു. മാരാങ്കോട് കനാൽപാലം റോഡിൽ ചേരിയേക്കര വീട്ടിൽ 40 വയസ്സുള്ള ശിശുപാലൻ എന്ന ഷിജുവാണ് മരിച്ചത്. വളർത്തുനായ്ക്കളെ സംബന്ധിച്ചുള്ള വാക്കേറ്റമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതിയായ അയൽവാസി ആട്ടോക്കാരൻ വീട്ടിൽ അന്തോണിയെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. ജോസ് എന്നയാളുടെ പറമ്പിൽ അന്തോണിയുടെ വളർത്തുനായ്ക്കൾ കൃഷി നശിപ്പിക്കുന്നത് സംബന്ധിച്ച് തർക്കമുണ്ടായി. ശിശുപാലൻ വളർത്തുന്ന നായയാണ് പറമ്പിൽ എത്തുന്നത് എന്ന് അന്തോണി പറഞ്ഞതാണ് തർക്കത്തിന് ഇടയാക്കിയത്. ഇത് ചോദിക്കാനെത്തിയ ശിശുപാലനെ വടിവാളുമായി എത്തിയ അന്തോണി വെട്ടുകയായിരുന്നു. കഴുത്തിൽ വെട്ടേറ്റ ശിശുപാലൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പെയിന്റിംഗ് തൊഴിലാളിയായ ശിശുപാലൻ അവിവാഹിതനാണ്. തൃപ്രയാർ കിഴക്കേ നടയിൽ ശാന്തി പാലസ് ഓഡിറ്റോറിയത്തിനു സമീപം സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് വയോധികൻ മരിച്ചു. താന്യം സ്വദേശി കൊല്ലംകുളങ്ങര 70 വയസ്സുള്ള വിനോദാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട സ്കൂട്ടർ തൃപ്രയാർ ഭാഗത്തുനിന്ന് വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. അപകടം നടന്നയുടനെ ആംബുലൻസിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവല്ലുവാമലയിൽ കാർ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വഴിയാത്രികൻ മരിച്ചു. തോഴൂർ വീട്ടിൽ 70 വയസ്സുള്ള രാജനാണ് മരിച്ചത്. വെള്ളിയാഴ്ചയായിരുന്നു അപകടം. പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. സാമവേദാചാര്യൻ തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയുടെ ഭാര്യ 62 വയസ്സുള്ള അജിതാകുമാരി അന്തർജനമാണ് മരിച്ചത്. വൈക്കം തലയോലപ്പറമ്പ് ചെറുമണൽ മന കുടുംബാംഗമാണ്. വിഷുദിനത്തിൽ രാവിലെ നിലവിളക്കിൽ നിന്ന് വസ്ത്രത്തിലേക്ക് തീ പടരുകയായിരുന്നു. സിവിൽ സർവീസ് അക്കാദമിക്ക് തൃശൂരിൽ തുടക്കം കുറിച്ച് പട്ടികജാതി ക്ഷേമ സമിതി. തൃശൂരിൽ K രാധാകൃഷ്ണൻ MP PKS സിവിൽ സർവീസ് അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. MLA UR പ്രദീപ്, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി KV രാജേഷ്, വൈസ് പ്രസിഡന്റ് PA ലജിക്കുട്ടൻ, എക്സിക്യൂട്ടീവ് അംഗം NV സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരുനെല്ലൂർ ഇടിയഞ്ചിറയിൽ വീട്ടമ്മയുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് ആഭരണങ്ങൾ കവരാൻ ശ്രമം. കിഴക്കേക്കര ബണ്ടിന് സമീപം താമസിക്കുന്ന വൈശ്യം വീട്ടിൽ മുഹമ്മദുണ്ണി ഭാര്യ ഷെറീഫയ്ക്ക് നേരെയാണ് ആക്രമണം നടന്നത്. മാല പൊട്ടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും മാല ലഭിക്കാതെ വന്നതോടെ കാതിലെ കമ്മൽ വലിച്ചു പൊട്ടിക്കാൻ മോഷ്ടാവ് ശ്രമിച്ചു. ശ്രമത്തിനിടയിൽ വീട്ടമ്മയുടെ കാത് മുറിഞ്ഞിട്ടുണ്ട്. മാസ്കും തൊപ്പിയും ധരിച്ച ആളാണ് ആക്രമിച്ചതെന്ന് വീട്ടമ്മ പറഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് സമീപത്തെ മറ്റൊരു വീട്ടമ്മയുടെ 2.5 പവന്റെ സ്വർണ്ണമാല മോഷ്ടാക്കൾ കവർന്നിരുന്നു. അതിന്റെ അന്വേഷണവും ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. ഗുരുവായൂർ ACP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. പാവറട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോഴത്തേനാണ് ബെല്ലടിക്കൽ കേൾക്കണത്. അപ്പോൾ ഞാൻ വാതിൽ തുറന്നു. അപ്പോൾ വാതിൽ തുറന്ന് ഇവിടെ വാതിൽക്ക് നേരത്തെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനെല്ലാം കുറേ നേരം നോക്കി നിന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് മുഖം കൂടി അങ്ങനെ പ്രസ് ചെയ്യും കാണും. അങ്ങനെ അവനെന്നെ തള്ളി പിന്നെ കഴുത്തിലേക്കാണ് കറുപ്പായത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. കഴുത്തിൽ പിടിച്ച് വലിക്കണം. ഇങ്ങനെ ഞാൻ വീണ് അവനിങ്ങനെ വലിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങിപ്പോയി. ഞാൻ നിലവിളിക്കുന്നു, നന്നായി നിലവിളിക്കുന്നുണ്ട്. കയ്പമംഗലത്ത് യൂസ്ഡ് ബൈക്ക് ഷോറൂമിൽ യുവാവിന്റെ മകന്റെ സ്വർണ്ണമാല മോഷ്ടിച്ച കേസിൽ ജീവനക്കാരൻ അറസ്റ്റിൽ. കുറുമ്പിലാവ് സ്വദേശി കോലിയാൻ വീട്ടിൽ വിപിനാണ് അറസ്റ്റിലായത്. 1 പവനിലധികം തൂക്കം വരുന്ന മാലയാണ് കവർന്നത്. വിപിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ ഗൂഗിളിൽ സ്വർണ്ണവില സെർച്ച് ചെയ്തതായി പോലീസ് കണ്ടെത്തി. തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്.
മകന്റെ വിയോഗം താങ്ങാനാകാതെ അമ്മയും യാത്രയായി. വേലൂർ പുലിയന്നൂർ മാടശ്ശേരി കിഴക്കൂട്ട് ശരത്തിന്റെ അമ്മ ശോഭനയാണ് മരിച്ചത്. ഇവരുടെ മകൻ അപ്പു എന്ന് വിളിക്കുന്ന 26 വയസ്സുള്ള ശരത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഹൃദയാഘാതം മൂലം മരിച്ചിരുന്നു. കേച്ചേരിയിലെ കൊറിയർ സർവീസിലെ ജീവനക്കാരനായിരുന്ന ശരത്ത് ജോലി സംബന്ധമായി ബാങ്കിലേക്ക് പോകുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ശനിയാഴ്ച മകന്റെ സംസ്കാര ചടങ്ങിലാണ് ശോഭന കുഴഞ്ഞു വീണത്. അബോധാവസ്ഥയിലായ ശോഭന തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാവിലെ മരിക്കുകയായിരുന്നു. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം കിട്ടിയില്ലെന്ന പരാതിയുമായി കർഷകർ. കൊണ്ടാഴി പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേഖരമായ ചേലക്കോട് തെക്കുമുറി പാടശേഖരത്തിലെ കർഷകരാണ് നെല്ല് നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും ബാങ്കുകളിൽ നിന്ന് നെല്ലിന്റെ വില ലഭിക്കാതെ പ്രതിസന്ധിയിലായത്. ഡിസംബറിൽ കൊയ്ത്തുകഴിഞ്ഞ് ഫെബ്രുവരി ആദ്യവാരത്തിലാണ് നെല്ല് കൊണ്ടുപോയത്. കൊണ്ടാഴി പഞ്ചായത്തിൽ മാത്രമല്ല, സമീപ പഞ്ചായത്തുകളിലെ കർഷകർക്കും സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം ലഭിച്ചിട്ടില്ല. ഒന്നാം വിള ഇറക്കേണ്ട സമയമായിട്ടും രണ്ടാം വിള നെല്ലിന്റെ വില ലഭിക്കാത്തത് കർഷകരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ പിന്നാലെ 100 വട്ടം നടന്നിട്ട് ഇതുവരെ ഒരു തോട്ടുചാലുള്ളത് ആ റോഡ് പണി നടക്കുന്ന കാലത്ത് തോടുകൾ തൂർന്ന് കിടക്കുന്നതാണ്. എത്ര ഇവരുടെ മറ്റത് വയ്ക്കും, ഗ്രാമസഭ വയ്ക്കുമ്പോൾ പറയുമ്പോൾ ഇപ്പം ശരിയാക്കുക അപ്പം ശരിയാക്കുക എന്ന് പറഞ്ഞിട്ട് കുതിരവട്ടം പപ്പ് പറഞ്ഞ പോലെ പറച്ചിലല്ലാതെ കണ്ട് ഇതുവരെ ഒരു പിടി മണ്ണ അതിൻ്റെ അകത്ത് മാറ്റി റോഡ് തോട് ശരിയാക്കി ചെല്ലും. അതൊക്കെ ഞങ്ങൾ സ്വയം അതിജീവിച്ചിട്ടാണ് ഈ തരത്തിലെത്തുന്നത്. പന്നിശല്യം കൊണ്ട് സോളാർ ഇടാത്ത സ്ഥലങ്ങളില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഈ തരത്തിൽ കൃഷി ചെയ്തിട്ട് ആ പൈസയ്ക്ക് കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഈ 3-4 മാസമായിട്ട് ആ പൈസ കിട്ടിയില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. നെൽകൃഷി വേണ്ടെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ ഉണ്ടാവും. ഇതിന് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം ഒരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ ശക്തമായ ഒരു പ്രക്ഷോഭത്തിന് ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കർഷകരുടെ നെല്ലിന്റെ വില നൽകാനായി നിയോഗിച്ച കനറ ബാങ്കിൽ നെല്ല് കൈപ്പറ്റ രസീതി വാങ്ങി വെക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നും കർഷകർ പറയുന്നു. ബാങ്കും സപ്ലൈകോയുമായുള്ള കരാർ കാലാവധി മാർച്ച് മാസത്തിൽ തീർന്നതായാണ് ബാങ്ക് ജീവനക്കാർ കർഷകരോട് പറയുന്നത്. ബാങ്കുകളുമായുള്ള കരാർ പുതുക്കി PRS സ്വീകരിച്ച് കർഷകരുടെ നെല്ലിന് ലഭിക്കേണ്ട താങ്ങുവില നൽകി സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ചേലക്കോട് തെക്കുമുറി പാടശേഖര സമിതി പ്രസിഡന്റ് KR ചക്രപാണിധരൻ, സെക്രട്ടറി MS വേണുഗോപാൽ എന്നിവർ ആവശ്യപ്പെട്ടു. ഗവൺമെന്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഗവൺമെന്റ് ഇതിൽ ഇടപെട്ടെങ്കിൽ മാത്രമാണ് ബാങ്കുകാർ ബില്ല് സ്വീകരിക്കുള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് പൈസ കിട്ടുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ല. ഞങ്ങളിപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ കൃഷി ഉപേക്ഷിക്കാൻ നിൽക്കുക. ഇവിടെ 350-400 ഏക്കർ കൃഷി ചെയ്യുന്ന പാടശേഖരമാണ് തെക്കുമുറി പാടശേഖരം. തെക്കുമുറി പാടശേഖരത്തിൽ 400 ഏക്കർ കൃഷിയുണ്ട്. ആ കുറച്ച് പേര് ചെയ്യുന്നില്ല. പഞ്ചായത്തിലത്തെ ഏറ്റവും വലിയ പാടശേഖരമാണ് തെക്കുമുറി പാടശേഖരം. പക്ഷേ ഇപ്പോൾ കൃഷിഭവൻ എന്നുള്ളൊരു സഹായം അല്ലെങ്കിൽ പഞ്ചായത്തിനുള്ളൊരു സഹായം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അവർ കേൾക്കണു, അവർ അതിൽ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറം അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ആവശ്യം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നെല്ല് കൊടുത്തിട്ട് അതിൻ്റെ ബില്ല് സ്വീകരിക്കുന്നില്ല, പൈസയും കിട്ടുന്നില്ല. ഞങ്ങൾ എന്തെങ്കിലും കൃഷി ചെയ്തിട്ട് കാര്യം. ഗവൺമെൻറ്റിൻ്റെ അടിയന്തരമായിട്ടുള്ള ഇടപെടലുണ്ടാവണം. വളരെയധികം ദ്രോഹമായിട്ടുള്ള പരിപാടിയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. കർഷകർക്ക് ദ്രോഹമായിട്ടുള്ള പരിപാടി ഒരിക്കലും ഞങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മളിതൊരു പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ടോ രാഷ്ട്രീയ മുതലെടുപ്പിനോ അല്ലെങ്കിൽ മറ്റുള്ള ആരെയും ദ്രോഹിക്കാനല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കണം. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. അത്രമാത്രം നമുക്ക് ഇതിൽ പറയാനുള്ളൂ. പല കർഷകരും സ്വർണം പണയപ്പെടുത്തിയും പലിശയ്ക്ക് പണമെടുത്തുമാണ് കൃഷി ഇറക്കിയിരുന്നത്. വില ലഭിക്കാത്തതിനാൽ കർഷകർ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. TCV ന്യൂസ്, ചേലക്കര. കുന്നംകുളം ചൂണ്ടൽ പുതുശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. പുതുശ്ശേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ താമസിച്ചിരുന്ന ഒറീസ സ്വദേശികളും ബംഗാൾ സ്വദേശികളും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ഇതിനെ തുടർന്ന് ബംഗാൾ സ്വദേശികൾ സുഹൃത്തുക്കളുമായി താമസ സ്ഥലത്തെത്തി ഒറീസ സ്വദേശികളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, സബ് ഇൻസ്പെക്ടർ വൈശാഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 10ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരിക്ക് അടിമപ്പെട്ടാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ സംഘർഷമുണ്ടാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. പോഷകാഹാരമില്ലാതെ ദേശീയ കബഡി താരങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ കഠിന വ്യായാമം ആവശ്യമുള്ള കബഡി പരിശീലനത്തിന് പോഷകാഹാരം ലഭിക്കാതെ വലയുന്നത് പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള 40ഓളം വിദ്യാർത്ഥിനികളാണ് നിലവിൽ പരിശീലന ക്യാമ്പിൽ കഴിയുന്നത്.
ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിനികളുള്ള ഏക കബഡി പരിശീലന കേന്ദ്രം കൂടിയാണ് പഴഞ്ഞി സ്കൂൾ. കഴിഞ്ഞ നവംബർ മാസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന കായികമേളയിൽ തൃശൂർ ജില്ലയ്ക്ക് ഗോൾഡ് മെഡൽ നേടിക്കൊടുക്കാൻ ഈ കബഡി താരങ്ങൾക്ക് സാധിച്ചു. സംസ്ഥാന ദേശീയ ജില്ലാ താരങ്ങൾ ഉൾപ്പെടുന്ന ഈ വിദ്യാർത്ഥിനികൾക്ക് കായിക അധ്യാപകരായ സുജേഷിന്റെയും കോച്ച് ലിജോയുടെയും നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. അത്യാവശ്യം വർക്കൗട്ട്, കബഡിയുടെ ഭാഗമായിട്ട് അത്യാവശ്യം വർക്കൗട്ടും ഫിറ്റ്നസിന്റെ വർക്കൗട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഫുഡിന്റെയും പ്രോട്ടീൻ്റെ ഭയങ്കര കുറവുകളാണ് ഉള്ളത്. നമ്മളിങ്ങനെ കഴിച്ചിട്ട് ജില്ലയ്ക്കൊക്കെ വേണ്ടി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള പ്രോട്ടീൻസ് ഒന്നും കിട്ടുന്നില്ല. ഫുഡ് ഐറ്റംസ് ഭയങ്കര കുറവാണ്. ഒട്ടനവധി കുട്ടികൾ നാഷണൽ കളിച്ചിട്ടുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുറേ പിള്ളേർ ഇവിടെ കളിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നല്ല ഹെവി വർക്കൗട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പോഷകാഹാരങ്ങളൊന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾക്ക് ഇഞ്ചുറി ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ കുറവ് വളരെ വലുതാണ് ഞങ്ങൾക്ക്. മികച്ച കായിക പ്രതിഭയുള്ള കുട്ടികൾ ക്യാമ്പിലുണ്ടെന്നും മിക്ക കുട്ടികളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിൽ നിന്നുമാണ് വരുന്നതെന്നും സ്വന്തമായി വീടുപോലും ഇല്ലാത്ത കുട്ടികളും പരിശീലനത്തിൽ ഉണ്ടെന്നും കുട്ടികൾക്ക് ആവശ്യമായ പോഷകാഹാരം ലഭിക്കുന്നില്ലെന്നും കായികാധ്യാപകർ പറഞ്ഞു. ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പലപ്പോഴും പല വർക്കൗട്ടുകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല. അത് ഭക്ഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോബ്ലം ഞങ്ങളെ ശരിക്കും അലട്ടുന്നുണ്ട്. ഈ കുട്ടികൾക്ക് ഈ പോഷക സമൃദ്ധമായ എന്തെങ്കിലും ഒരു ഫുഡുകളൊക്കെ സ്പോൺസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വലിയ ഒരു ഉപകാരമായിരുന്നു. കാരണം ഇനി വരുന്ന ഭാവിയിലൊരു ഇന്ത്യൻ പ്ലെയേഴ്സുകളാണ് നമ്മുടെ ഈ കുട്ടികൾ. കാരണം കഴിഞ്ഞ വർഷം ഒരു 3-4 വർഷമൊക്കെ നാഷണൽ കളിച്ച കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. 35ഓളം കുട്ടികളും സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത കുട്ടികളാണ്. അതിൽ ഒരു 10ഓളം കുട്ടികൾ കേരള ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും മികച്ച റിസൾട്ടാണ് തൃശ്ശൂർ ജില്ലയ്ക്കും കേരളത്തിനും വേണ്ടി ഈ കുട്ടികൾ നൽകുന്നത്. നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് പരിശീലനത്തിനുള്ള മാറ്റ് ലഭിച്ചതെന്നും ദേശീയ നിലവാരത്തിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുള്ള കുട്ടികൾ സ്കൂളിലുണ്ടെന്നും കായികാധ്യാപകർ പറഞ്ഞു. വ്യായാമത്തോടൊപ്പം പോഷകാഹാരമുള്ള മികച്ച ഭക്ഷണം കൂടി നൽകിയാൽ മികച്ച കായിക താരങ്ങളെ നാടിന് സമ്മാനിക്കാനാകും. അതിന് അധികൃതർ കനിയുക തന്നെ വേണം. TCV ന്യൂസ്, കുന്നംകുളം. 21 കഥാകാരന്മാരുടെ കഥാക്ഷരങ്ങൾ എന്ന കഥാസമാഹാരം തൃശൂരിൽ പ്രകാശനം ചെയ്തു. കോൺസ്റ്റബിൾ മുതൽ DGP വരെയുള്ള സർവീസിലുള്ളവരും വിരമിച്ചവരുമായ പോലീസിലെ വിവിധ പദവികളിലുള്ള 200ഓളം പോലീസുകാർ ഒന്നിക്കുന്ന കൂട്ടായ്മയായ അക്ഷരദീപത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പുസ്തക പ്രകാശനം. IG സേതുരാമൻ ഉദ്ഘാടനം ചെയ്തു. പുസ്തക പ്രകാശനം VJ ജെയിംസ് നിർവഹിച്ചു. സാഹിത്യകാരന്മാരായ മുൻ DGP B സന്ധ്യ, ക്രൈംബ്രാഞ്ച് DYSP സുരേന്ദ്രൻ മങ്ങാട്ട്, KU ജോണി തുടങ്ങിയവരുടെ രചനകൾ പുസ്തകത്തിൽ ഉണ്ട്. ഈസ്റ്റർ ദിനത്തിൽ സ്വന്തം കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കി നാട്ടുകാർ. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ 9ാം വാർഡിൽ കല്ലുംപുറം പ്രദേശത്തെ 69 കുടുംബങ്ങളാണ് മുടങ്ങാതെ കുടിവെള്ളം ലഭിക്കുക എന്ന ലക്ഷ്യത്തിലെത്തിയത്. ജലധാര എന്ന സ്വാശ്രയ കുടിവെള്ള വിതരണ പദ്ധതിയുടെ 1ാം ഘട്ടം യാഥാർത്ഥ്യമായി. കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്ത് നാട്ടുകാരുടെ കൂട്ടായ്മയാണ് ശുദ്ധജലം എത്തിച്ചത്. പദ്ധതിക്കാവശ്യമായി വന്ന 4,20,000 രൂപ ഗുണഭോക്തൃ വിഹിതത്തിലൂടെയും സാമ്പത്തിക സഹായത്തിലൂടെയുമാണ് സമാഹരിച്ചത്. പൊതുകിണറിനു സമീപം നിർമ്മിച്ച 3 കുഴൽ കിണറുകളിൽ നിന്നുമുള്ള വെള്ളം 5000 ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിൽ ശേഖരിച്ച് ഓട്ടോമാറ്റിക് കൺട്രോൾ സംവിധാനം വഴി 24 മണിക്കൂറും ലഭ്യമാകും. 1500 മീറ്റർ ദൂരത്തിൽ പൈപ്പ് സ്ഥാപിച്ചാണ് വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നത്. ജലധാര ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജനകീയ ഘോഷയാത്രയും ആദരവും നടന്നു. പദ്ധതിക്കായി പ്രവർത്തിച്ച PN സന്തോഷ്, വിഷ്ണു, മനോജ് എന്നിവരെ അഡ്വക്കേറ്റ് AD സുദർശനൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ജലധാര ചെയർപേഴ്സൺ അജിത ജയരത്നം അധ്യക്ഷത വഹിച്ചു. കൺവീനർ PB ബിനോയ്, ബിജു എരുമത്തുരുത്തി, MV വിവേക്, ജിംഷ, അബ്ദുൽ നാസർ, AB ഷബീർ എന്നിവർ സംസാരിച്ചു. TCV കൊടുങ്ങല്ലൂർ. സംസ്ഥാന പാതയിൽ അക്കിക്കാവിലെ ഗതാഗതക്കുരുക്ക് യാത്രക്കാരെ വലയ്ക്കുന്നു. സംസ്ഥാനപാത നവീകരണത്തിന് മുന്നോടിയായി ശുദ്ധജല പദ്ധതിയുടെ പഴയ പൈപ്പുകൾ മാറ്റുന്ന പണികൾ നടക്കുന്നതുകൊണ്ടാണ് കുരുക്ക് ഉണ്ടാകുന്നത്. റോഡിന്റെ ഒരു വശം പൊളിച്ചതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. അക്കിക്കാവ് മുതൽ കൊങ്ങണ്ണൂർ വരെയുള്ള ഭാഗത്താണ് പൈപ്പിടൽ നടക്കുന്നത്. ഗതാഗത തടസ്സം മാറ്റാൻ വാഹനങ്ങൾ വഴിതിരിച്ചു വിടാനുള്ള നടപടികൾ എടുക്കാത്തതാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ കാരണം. ബ്ലോക്കിൽ നിന്ന് ഒഴിവാകാനായി ചെറിയ വഴികളിലൂടെ വലിയ വാഹനങ്ങൾ പോകാൻ ശ്രമിക്കുന്നതും ഗതാഗത തടസ്സത്തിന് ഇടയാക്കുന്നുണ്ട്. സമയനഷ്ടം ഒഴിവാക്കാൻ സ്വകാര്യ ബസ്സുകൾ എതിർദിശയിലൂടെ സഞ്ചരിക്കുന്നത് പലപ്പോഴും തർക്കങ്ങൾക്ക് കാരണമാകുന്നുണ്ട്.
ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും കരാറുകാരും ചേർന്നാണ് പലപ്പോഴും വാഹനത്തിരക്ക് ഒഴിവാക്കുന്നത്. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പോലീസ് നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ VN സുർജിത്ത്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കരാർ അനുസരിച്ച് ടാറിടൽ പൂർത്തിയാക്കാത്ത കരാറുകാരനെതിരെ റീബിൽഡ് കേരള മുന്നറിയിപ്പ് നോട്ടീസ് നൽകി. കുഴൂർ പഞ്ചായത്തിലെ കുഴൂർ ഷാപ്പുംപടി ഐരാണിക്കുളം റോഡിന്റെ പുനർനിർമ്മാണ പൂർത്തീകരണമാണ് അനന്തമായി നീളുന്നത്. നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് 5 തവണയാണ് കരാർ നീട്ടി നൽകിയിട്ടുള്ളതെന്നും മെയ് 30-ാം തീയതിക്കകം ടാറിടൽ നടത്തിയില്ലെങ്കിൽ നഷ്ടപരിഹാരം ഈടാക്കി പുനഃക്രമീകരണത്തിന് നിർദ്ദേശം നൽകുമെന്നും റീബിൽഡ് കേരള പദ്ധതി നിർവഹണ തൃശൂർ യൂണിറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CD ജൂഡ് ജോസഫ് അറിയിച്ചു. 2023 മാർച്ച് 20-ന് കരാറുകാരനുമായി 9 മാസത്തെ ഉടമ്പടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് 5 തവണ കരാർ നീട്ടി നൽകുകയായിരുന്നു. പ്ലാന്റ് ലഭ്യമാകുന്നില്ലെന്നും ബില്ലുകൾ ലഭിച്ചില്ലെന്നും പറഞ്ഞ കരാറുകാരൻ വിഷുവിന് മുൻപ് ടാറിടൽ പൂർത്തിയാകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. റോഡ് സഞ്ചാരയോഗ്യമായെങ്കിലും ടാറിടൽ നടത്താത്തതിനാൽ പൊടിശല്യം രൂക്ഷമായത് നാട്ടുകാരുടെ പരാതിക്കിടയാക്കി. ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് തീർക്കുന്ന ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ മഴ വരുന്ന നടക്കില്ല. അതിന് മുമ്പ് പൊടി ശല്യം, അതിൽ പോകാൻ പറ്റുന്നില്ല. ഏക മാർഗ്ഗമാണ് ആശുപത്രിയിൽ പോകാനും സ്കൂളിൽ പോകുന്നതിനൊക്കെ ഉള്ള ഏക റോഡാണ്. നല്ല സ്പീഡിലാണ് ഇപ്പോൾ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു തടസ്സങ്ങളില്ലാത്തതുകൊണ്ട് സൈഡ് കെട്ടും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ തീർത്തിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് തീർക്കാനായിട്ടുള്ള ഇത് നടപടി ഉണ്ടാവണം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കത്ത് കൊടുത്തിരിക്കുന്നത്. BMBC ടാറിടൽ മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രളയത്തിൽ മുങ്ങിയ പഞ്ചായത്ത് റോഡ് റീബിൽഡ് കേരളയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.37 കോടി രൂപ ചെലവഴിച്ചാണ് പുനർനിർമ്മാണം നടത്തുന്നത്. 1.8 കിലോമീറ്റർ വരുന്ന റോഡിന്റെ വശങ്ങൾ കെട്ടൽ, കാന നിർമ്മാണം, ചപ്പാത്ത്, റോഡ് ഉയർത്തൽ എന്നിവ പൂർത്തിയാക്കി മെറ്റൽ വിരിച്ചു. 3.75 മീറ്റർ വീതിയിലുള്ള റോഡിന്റെ ടാറിടലും അനുബന്ധമായുള്ള കോൺക്രീറ്റിംഗുമാണ് അവശേഷിക്കുന്നത്. TCV ന്യൂസ്, മാള. വൃക്ഷചികിത്സയിലൂടെ പുനർജീവിച്ച ആളൂരിലെ മുത്തശ്ശിമാവ് ഇക്കൊല്ലം നിറഞ്ഞു കാഴ്ചു. ആളൂർ ജംഗ്ഷന് സമീപം നിൽക്കുന്ന നൂറ്റാണ്ടോളം പ്രായമുള്ള നാട്ടുമാവിലാണ് മാമ്പഴങ്ങൾ നിറഞ്ഞു കവിഞ്ഞത്. പോട്ട 3 പീടിക സംസ്ഥാന പാതയോരത്ത് ആളൂർ ജംഗ്ഷനിൽ നിൽക്കുന്ന നാട്ടുമാവുകളിൽ ഒന്നിനെയാണ് 3 വർഷം മുമ്പ് അജ്ഞാതർ തീയിട്ട് നശിപ്പിക്കാൻ നോക്കിയത്. ശിഖരങ്ങൾ വെട്ടിനീക്കുകയും ചുവട്ടിൽ വൈക്കോൽ കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് മാവിന്റെ തൊലി പൂർണ്ണമായും പൊള്ളലേറ്റ് നശിച്ചു. ആളൂർ പഞ്ചായത്ത് ജൈവപരിപാലന സമിതി കൺവീനർ PK കിട്ടൻ, മാവ് സംരക്ഷകൻ M മോഹൻദാസ് തുടങ്ങിയവർ ഇടപെട്ട് ഈ മുത്തശ്ശിമാവിനെ പുനർജീവിപ്പിക്കാനുള്ള ശ്രമം നടത്തി. കോട്ടയം സ്വദേശിയും വനമിത്ര പുരസ്കാര ജേതാവുമായ ബിനു സ്ഥലത്തെത്തി ആയുർവേദ വൃക്ഷചികിത്സ നടത്തിയതിനെ തുടർന്നാണ് മാവ് ആരോഗ്യം വീണ്ടെടുത്തത്. വൃക്ഷ ആയുർവേദത്തിൽ നിർദ്ദേശിക്കപ്പെട്ട പ്രകാരം 3 തരത്തിലുള്ള മണ്ണ്, നാടൻ പശുവിന്റെ പാൽ, നെയ്യ്, ചാണകം, എള്ള്, കദളിപ്പഴം തുടങ്ങിയ 14 ഇനങ്ങൾ കുഴച്ചു ചേർത്തുണ്ടാക്കിയ മിശ്രിതം മാവിന്റെ തടിയിൽ തേച്ചു പിടിപ്പിച്ചാണ് ചികിത്സ നടത്തിയത്. പൊള്ളൽ കൂടുതലേറ്റ ഭാഗത്ത് എള്ള്, ഉഴുന്ന്, രാമച്ചം, അരിപ്പൊടി എന്നിവയിൽ നാടൻ പശുവിന്റെ പാൽ ചേർത്തുണ്ടാക്കിയ കുഴമ്പുകൊണ്ടുള്ള തരു ചികിത്സയും നടത്തി. പൊള്ളലേറ്റ് ഉണങ്ങിപ്പോകുമായിരുന്ന മാവ് മുത്തശ്ശി ക്രമേണ ആരോഗ്യം വീണ്ടെടുക്കുകയും പിറ്റേ വർഷം തന്നെ നിറഞ്ഞു പൂക്കുകയും ചെയ്തു. മാവിന്റെ കടഭാഗത്തുള്ള തടിയിൽ പൊള്ളലേറ്റ അടയാളങ്ങൾ ദൃശ്യമാണെങ്കിലും അതിജീവനത്തിലൂടെ വഴിയാത്രക്കാർക്ക് തണലും മാമ്പഴത്തിന്റെ മാധുര്യവും നൽകി ആളൂരിൽ ഇപ്പോഴും തലയുയർത്തി നിൽക്കുകയാണ് ഈ വൃക്ഷമുത്തശ്ശി. TCV ന്യൂസ്, കൊടകര. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,945 രൂപ, പവന് 71,560 രൂപ, വെള്ളി ഗ്രാമിന് 108 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,303 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. ഭക്തിസാന്ദ്രമായി ദേവാലയങ്ങളിലെ ഉയിർപ്പ് തിരുനാൾ ശുശ്രൂഷകളും ദിവ്യബലിയും. വാഹനങ്ങൾ പരിശോധിക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥകളിൽ മലക്കം മറിഞ്ഞ് മോട്ടോർ വാഹന വകുപ്പ്.
മൊബൈൽ ഫോണിൽ ചിത്രം പകർത്തി നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുന്ന നടപടി തുടരുമെന്ന് ഗതാഗത കമ്മീഷണർ. KSRTC ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. സമയബന്ധിതമായി അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ല. കാലാവധി കഴിഞ്ഞ ടയറുകളും അപകടങ്ങൾക്ക് കാരണമാകുന്നു. മണ്ണുത്തി ഇടപ്പള്ളി പാതയിലും മണ്ണുത്തി വടക്കുംചേരി പാതയിലും ഗതാഗത കുരുക്ക് രൂക്ഷം. ടോൾ നൽകി യാത്ര ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ. തനിക്കെതിരെയുള്ള ലഹരി കേസ് റദ്ദാക്കാൻ കോടതിയെ സമീപിക്കാനൊരുങ്ങി നടൻ ഷൈൻ ടോം ചാക്കോ. പോലീസ് കുടുക്കുകയായിരുന്നുവെന്ന് നടൻ. കൊടകരയിൽ മർമ്മചികിത്സാ കേന്ദ്രത്തിന്റെ മറവിൽ യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തി സ്ഥാപന ഉടമ. കൊടകര സ്വദേശി സിൻഡെക്സ് സെബാസ്റ്റ്യൻ പോലീസ് പിടിയിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.